കഥയെ ആരംഭിക്കുന്നത് ചൈനയിലെ ഒരു ഉൾഗ്രാമത്തിലാണ്. ഒരു പിതാവ് തന്റെ 2 പെൺമക്കളെ ആയോധനകല അഭ്യസിപ്പിക്കുകയായിരുന്നു. മൂത്ത സഹോദരിയുടെ പേര് യുന്നെന്നാണ്. ആളല്പം മടിയുള്ളവളും പരിശീലന കാര്യത്തിൽ കുറച്ച് പിന്നിലുമാണ്. പക്ഷേ ഇളയവളായ മെയ്യാകട്ടെ നിറഞ്ഞ ഊർജ്ജസ്വലതയോടെ ഓരോ ചലനങ്ങളും ആവേശത്തോടെ പിന്തുടർന്നു. ആയോധനകലാ പരിശീലനത്തിൽ അവൾ വല്ലാത്ത താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്കൊരാൾ വരുന്നതിന്റെ ശബ്ദം കേട്ടത്. അതോടെ ഇളയ മകളെ ഒളിപ്പിക്കാൻ പിതാവ് വേഗത്തിൽ ഭാര്യയോട് ആവശ്യപ്പെട്ടു. ഭാര്യ വേഗം മെയ്യെ അകത്തേക്ക് കൊണ്ടുപോയി. രാജ്യം കഠിനമായ നിയമങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാലമായിരുന്നു അത്. ഓരോ കുടുംബത്തിലും ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ എന്ന കർശന നയം നിലവിലുണ്ടായിരുന്നു. അതിനാൽ മെയ്യിന്റെ നിലനിൽപ്പ് ആ കുടുംബത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അമ്മ അവളെ ഒളിപ്പിക്കുമ്പോഴും പരിശീലനം തുടരണമെന്ന് വാശി പിടിച്ച് മെയ് കരയുന്നുണ്ടായിരുന്നു. അവളെ ശാന്തയാക്കാൻ അവളുടെ അമ്മ ഒരു ഒറിഗാമി പാവ നൽകി. ആ ലളിതമായ കളിപ്പാട്ടം അവളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ ഒന്നായി മാറി. അന്നു മുതൽ ആരും കാണാൻ പാടില്ലാത്ത ഒരു കുട്ടിയായി അവൾ മാറി. പിന്നീട് അവളുടെ ജീവിതവും അങ്ങനെ തുടർന്നു പോയിരുന്നു. വർഷങ്ങൾ പിന്നിട്ടു. മെയ് വളർന്നു വലുതായിരിക്കുന്നു. ഒരു കപ്പൽ കണ്ടെയ്നറിനുള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നിയമവിരുദ്ധരായ കുടിയേറ്റക്കാരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ അവൾ. ലക്ഷ്യസ്ഥാനം അറിയാതെ അവൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾ ആ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേർന്നു. അവിടെ എത്തുമ്പോൾ അവരെ ജോലിക്ക് നിയോഗിക്കാൻ പദ്ധതിയിടുന്ന ക്രൂരിയായ ഒരു സ്ത്രീയുടെ മുന്നിൽ മെയ്യും കൂടെയുള്ള മറ്റു പലരും ഹാജരാക്കപ്പെട്ടു. വസ്ത്രങ്ങൾ അഴിച്ചിടാൻ ആ സ്ത്രീ അവരോടായി ഉത്തരവിട്ടു. കൂട്ടത്തിൽ മെയ് മാത്രം അതിന് തയ്യാറായില്ല. മെയ് അവർക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. താൻ തന്റെ സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചു വന്നതാണെന്നും അവൾ എവിടെയെന്നും മെയ് തിരക്കി. ആ ചോദ്യം ആ സ്ത്രീക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളെ പിടിച്ച് പുറത്തേക്കെറിയാൻ കാവൽക്കാരോട് ആ സ്ത്രീ ആജ്ഞാപിച്ചു. പക്ഷേ അവർ അടുത്തേക്ക് വന്ന നിമിഷം മെയ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഒടുവിൽ അവൾ ആ സ്ത്രീയുടെ അടുത്തെത്തി. ആ സ്ത്രീയെ ശക്തമായി പ്രതിരോധിച്ച് താൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആ സ്ത്രീയോട് പറയാൻ അവൾ ആവശ്യപ്പെട്ടു. അവരാകട്ടെ സംസാരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. മെയ്യ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനെ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ അദ്ദേഹം മുകളിലത്തെ നിലയിലേക്ക് വിരൽ ചൂണ്ടി. മെയ് മുന്നോട്ട് നീങ്ങുമ്പോ കൂടുതൽ കാവൽക്കാർ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. മെയ്യിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ ഒട്ടും മടിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു സീഡി പൊട്ടിച്ച് മൂർച്ചയുള്ള ആയുധമാക്കി മെയ് അവരെ ഓരോരുത്തരെയും നേരിട്ടു. ശക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നു. അവളുടെ വഴിയിൽ തടസ്സമായി നിന്നവരെല്ലാം വേഗത്തിൽ പരാജയപ്പെട്ടു പോന്നു. ഒടുവിൽ മുകളിലത്തെ നിലയിലേക്കെത്തിയവൾ അവിടുത്തെ ഓരോ മുറിയും തുറന്നു പരിശോധിച്ചു. ഒരു കാവൽക്കാരൻ അവളെ പിടികൂടിയപ്പോ തന്റെ മികച്ച കുംഫു നൈപുണ്യത്തിലൂടെ അവൾ അവനെ കീഴ്പ്പെടുത്തി. ആ സമയമാണ് ഒരു വൃദ്ധ അവളോട് ആൽഫ്രഡോ എന്ന പേര് വെളിപ്പെടുത്തുന്നത്. സഹോദരിയെ പറ്റി അറിയാൻ ആൽഫ്രഡോയുടെ അടുത്തുപോയാൽ മതി എന്ന സൂചനയായിരുന്നു അത്. ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റിന്റെ ഉടമയാണ് അയാൾ. ഇത് കേട്ടതും പിന്നാലെ വരുന്ന കാവൽക്കാരെ നോക്കി മെയ് വേഗത്തിൽ പുറത്തേക്കൂടി. അവൾ ഒരു അടുക്കളയിലേക്കായിരുന്നു ചെന്നുപെട്ടത്. അവിടെയും അവൾ കാവൽക്കാരാൽ വളയപ്പെട്ടു. ഏറ്റുമുട്ടൽ ആരംഭിച്ചു. തിളച്ച എണ്ണ ഉപയോഗിച്ച് ഒരു ഘട്ടത്തിൽ ശത്രുക്കളെ ഒന്ന് കീഴ്പ്പെടുത്തിയ ശേഷം അവിടെ നിന്നും അവൾ പുറത്തേക്കിറങ്ങി. ആ ചൈനീസ് റെസ്റ്റോറന്റിലൂടെ പുറത്തേക്ക് കടക്കുമ്പോൾ റെസ്റ്റോറന്റ് ഉടമയായ വാങ് എന്ന വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം കണ്ടുമുട്ടി. പുറത്തിറങ്ങിയപ്പോഴാണ് താൻ റോം നഗരത്തിലാണുള്ളത് എന്നവൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ റോം നഗരത്തിലെ ചൈന ടൗണിൽ. അകത്ത് തന്റെ ആളുകൾ മർദ്ദനമേറ്റ് അവശരായി കിടക്കുന്നത് കണ്ട് വാങ് ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. ഇതിനിടയിൽ ആൽഫ്രഡ് ഇറ്റാലിയൻ റെസ്റ്റോറന്റ് കണ്ടെത്താനുള്ള ഉറച്ച തീരുമാനത്തോടെ മെയ് തെരുവിലൂടെ മുമ്പോട്ടേക്ക് പോവുകയായിരുന്നു. അല്പനേരത്തെ തിരച്ചിലിനൊടുവിൽ അവൾ അത് കണ്ടെത്തി. ഒരു വൃദ്ധനായ വെയിറ്റർ അവളെ അകത്തിരിക്കാൻ ക്ഷണിച്ചു. ഭിത്തിയിലെ ഫോട്ടോകളിൽ അവൾ ആൽഫ്രഡോയെ തിരിച്ചറിഞ്ഞു. അടുക്കളയിൽ മാർസെല്ലോ എന്ന ഷെഫ് തിരക്കിട്ട ഓർഡറുകൾ തയ്യാറാക്കുകയാണ്. തന്നെ തനിച്ചാക്കി എങ്ങോട്ടോ പോയ തന്റെ പിതാവ് ആൽഫ്രഡോയെ കുറിച്ച് കുറ്റപ്പെടുത്തി അവൻ സംസാരിക്കുന്നുമുണ്ടായിരുന്നു. മെയ് ആ സമയം അവന്റെ അടുത്തേക്കെത്തി. ആൽഫ്രഡോയെ കുറിച്ച് ചോദിക്കാൻ മൊബൈലിലെ
ട്രാൻസ്ലേഷൻ ആപ്പ് ഉപയോഗിച്ചു. പിതാവിനോടുള്ള ദേഷ്യത്തിൽ മാർസെല്ലോ ദേഷ്യത്തോടെയായിരുന്നു അവളോട് പ്രതികരിച്ചത്. പക്ഷേ ക്ഷമ നശിച്ചിരുന്ന മെയ് അവനെ കടന്നാക്രമിച്ചു, സംസാരിക്കാൻ നിർബന്ധിച്ചു. ആൽഫ്രഡോ ഒരു ചൈനീസ് സ്ത്രീയോടൊപ്പം ഓടിപ്പോയതാണ് എന്നും മാർസെല്ലോ ദേഷ്യത്തിലും ഭയത്തിലും അവളോടായി പറഞ്ഞു. ആ നിമിഷം അവൾ അവനെ വിട്ടയച്ചു. ആ സ്ത്രീ തന്റെ സഹോദരിയായിരിക്കാം എന്നവൾക്കുറപ്പുണ്ടായിരുന്നു. അധികം വൈകാതെ ഹാനിബാൾ എന്ന ഗുണ്ടാത്തലവൻ തന്റെ 2 അംഗരക്ഷകരോടൊപ്പം പണം പിരിക്കാനായി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ആ ഇറ്റാലിയൻ റെസ്റ്റോറന്റിലേക്ക് കടന്നു വന്ന ഹാനിബാളിനെ മരുമകനായ മാർസെല്ലോ സ്വീകരിച്ചു. ആൽഫ്രഡോയെ തെരഞ്ഞു വന്ന ഒരു ചൈനീസ് സ്ത്രീ തന്നെ ആക്രമിച്ച വിവരം മാർസെല്ലോ അയാളോട് പറഞ്ഞു. അത് കേട്ടതും ഹാനിബാൾ പ്രകോപിതനായി. തന്റെ അധികാരപരിധിയിൽ ഒരാൾ കടന്നുവന്ന് അങ്ങനെ കുഴപ്പമുണ്ടാക്കിയത് അയാൾക്ക് തീരെ രസിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് സ്വന്തം കുടുംബാംഗത്തെയാണ് ആ സ്ത്രീ വേദനിപ്പിച്ചിരിക്കുന്നത്. അതിനു പിന്നിൽ വാങ്ങായിരിക്കും എന്ന് ചിന്തിച്ച് ഹാനിബാൾ നേരെ ചൈനീസ് റെസ്റ്റോറന്റിലേക്ക് എത്തി വാങ്ങിനെ എതിരിട്ടു. പക്ഷേ ഇതിന് പിന്നിൽ താനല്ലെന്ന് വാങ് പറഞ്ഞിട്ടും ഹാനിബാൾ വിശ്വസിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആക്രമണം നടത്തിയ സ്ത്രീയെ കണ്ടെത്തി പിടികൂടാൻ ഹാനിബാൾ വാങ്ങിനെ സമ്മർദ്ദത്തിലാക്കി. ആ സ്ത്രീയെ പിടികൂടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നും ഹാനിബാൾ അയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഇതേസമയം മറ്റൊരിടത്ത് ആൽഫ്രഡോ ഒരു ചൈനീസ് സ്ത്രീക്ക് വേണ്ടി തന്നെ ഉപേക്ഷിച്ചുവെന്നറിഞ്ഞ് ലീന എന്ന സ്ത്രീ തകർന്നുപോയിരുന്നു. സങ്കടത്തിലും ദേഷ്യത്തിലും അവൾ അയാളുടെ സാധനങ്ങൾ വലിച്ചു കീറുകയായിരുന്നു. ലീന മാർസെല്ലയുടെ അമ്മയാണ്. അന്ന് രാത്രിയിൽ ഹാനിബാൾ വീണ്ടും വന്ന് ആ സ്ത്രീയുടെ രൂപത്തെക്കുറിച്ച് മാർസെല്ലയോട് ചോദിച്ചു. പക്ഷെ അവൻ മറുപടി പറയുന്നതിന് മുൻപ് തന്നെ മെയ് അവിടെ വാതിൽക്കലെത്തിയിരുന്നു. ഹാനിബാളിന്റെ ആളുകൾ ഉടൻ തന്നെ അവളെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചു. അവർ തന്നെ പിന്തുടരുകയാണെന്ന് മനസ്സിലാക്കിയ മെയ് മനഃപൂർവ്വം അവരെ ഒരടഞ്ഞ ഷോപ്പിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോയി. കാവൽക്കാരിലൊരാൾ അകത്തേക്ക് കടന്നതും മെയ് അവനെ ക്രൂരമായി ആക്രമിച്ചു. ഒടുവിൽ നീണ്ട പോരാട്ടത്തിനു ശേഷം അവനെ കീഴ്പ്പെടുത്തി അവൾക്ക് വിജയിക്കാനുമായി. പിന്നീട് തന്റെ 2 അംഗരക്ഷകർക്കും മർദ്ദനമേറ്റ് കിടക്കുന്നത് കണ്ട് ഹാനിബാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഇതേസമയം റെസ്റ്റോറന്റിൽ മാർസെല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. വാങ്ങിന്റെ ആളുകളിൽ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. മെയ് അവനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി തന്റെ സഹോദരിയെക്കുറിച്ചും ആൽഫ്രഡോയെക്കുറിച്ചും എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മെയ്ക്ക് പോവേണ്ടതുണ്ട്. മാർസെല്ലോ മാർസെലോയെയും കൂടെ കൂട്ടാൻ മെയ് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു മെയ് അങ്ങോട്ടേക്ക് വന്നതും. മാർസെലോയെ ഭീഷണിപ്പെടുത്തി മെയ് മാർസെലോയെയും ആയിടത്തേക്ക് കൊണ്ടുപോയി. ഒടുവിൽ വാങ്ങിന്റെ കയ്യാളായ ആ വ്യക്തി കാണിച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് മെയ്യും മാർസെലോയും എത്തിച്ചേർന്നു. ആ ഒഴിഞ്ഞ പ്രദേശത്ത് ഒരിടത്ത് അവരൊരു കുഴി തോണ്ടാൻ ആരംഭിച്ചു. കുഴിച്ചു ചെന്നപ്പോ ആ കാഴ്ച കണ്ട് മാർസെലോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവിടെ 2 മൃതദേഹങ്ങളുണ്ട്. ഒന്നവന്റെ പിതാവ് ആൽഫ്രഡോയുടെയും ആൽഫ്രഡോയുടെ കാമുകി യുന്നിന്റെയും മൃതദേഹങ്ങളായിരുന്നു അത്. തന്റെ സഹോദരി കൊല്ലപ്പെട്ട് ആ അവസ്ഥയിൽ കുഴിച്ചുമൂടപ്പെട്ടത് കണ്ട് മെയ് തകർന്നുപോയി. ദുഃഖഭാരത്താൽ അവൾ യുന്നിന്റെ മൃതദേഹവുമായി മാർസെല്ലയുടെ കാറിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. തന്റെ പിതാവ് കൊല്ലപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ മാർസെല്ലോ വലിയ ആഘാതത്തിലും സങ്കടത്തിലും അവിടെ തനിച്ചിരുന്നു. അവൻ അലറി വിളിച്ചു. കുറച്ചു കഴിഞ്ഞ് മാർസെല്ലോ തന്റെ അങ്കിളായ ഹാനിബാളിനെ വിളിച്ച് ആൽഫ്രഡോയുടെ മൃതദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. വൈകാതെ ഹാനിബാൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തി. ആൽഫ്രഡോയുടെ മൃതദേഹം നോക്കി കണ്ടു. കരഞ്ഞുകൊണ്ടിരുന്ന മാർസെലോയെ അയാൾ സമാധാനിപ്പിച്ചു. ഇതേസമയം മറുവശത്ത് മെയ്യാകട്ടെ തന്റെ സഹോദരിയുടെ മൃതദേഹവുമായി കടൽ തീരത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ തന്റെ സഹോദരിയുടെ സംസ്കാരത്തിന് അവൾ തയ്യാറെടുത്തു. അതിനു മുമ്പ് പണ്ട് തന്റെ അമ്മ നൽകിയ ഒറിഗാമി പാവ അവൾ അവിടെ പറത്തിവിട്ടു. തന്റെ സഹോദരിയോടുള്ള അവളുടെ അവസാന യാത്ര പറച്ചിലായിരുന്നു അത്. കത്തിയെരിയുന്ന അവളുടെ സഹോദരിയുടെ മൃതദേഹത്തിന് മുകളിലൂടെ ആ ഒറിഗാമി ഹംസം പറന്നു നടന്നു. അടുത്ത പ്രഭാതത്തോടടുക്കാറായിരുന്നു. ഹാനിബാൾ മാർസെലോയോട് സംസാരിച്ചു. വീണ്ടും ആൽഫ്രഡോയുടെ മൃതദേഹം അവർ ഒരിടത്ത് സംസ്കരിച്ചു. തങ്ങളുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടാതിരിക്കാനും പേര് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി ആൽഫ്രഡോയുടെ മരണവിവരം രഹസ്യമാക്കി വെക്കാൻ ഹാനിബാൾ മാർസെലോയോട് പറഞ്ഞു. പിന്നീട് ആൽഫ്രഡോ വാടകയ്ക്ക് താമസിച്ചിരുന്ന മെയ്യുടെ സഹോദരിക്കൊപ്പം ജീവിച്ചിരുന്ന ആ ഒരു ഫ്ളാറ്റിലേക്ക് ഹാനിബാൾ മാർസെലോയെ കൊണ്ടുപോയി. യുന്നിനെ ഉപേക്ഷിച്ച് കുടുംബത്തിലേക്ക് മടങ്ങാൻ താൻ ആൽഫ്രഡോയെ പ്രേരിപ്പിച്ചിരുന്നതായും എന്നാൽ
എന്നാൽ പ്രണയം അയാളെ അന്ധനാക്കിയിരുന്നെന്നും ഹാനിബാൾ അവനോട് വിശദീകരിച്ചു. മാർസെല്ലോയെയും അവന്റെ അമ്മയെയും വിഷമിപ്പിക്കാതിരിക്കാനാണ് താൻ ഇതെല്ലാം രഹസ്യമാക്കി വെച്ചതെന്നും അയാൾ കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം ദേഷ്യമൂത്ത മാർസെല്ലോ ഒരു കത്തിയുമെടുത്ത് ചൈനീസ് റെസ്റ്റോറന്റിലേക്ക് പുറപ്പെട്ടു. തന്റെ പിതാവിന്റെ മരണത്തിന് പകരം വീട്ടാനായിരുന്നു അത്. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയവൻ ചൈനീസ് റെസ്റ്റോറന്റിലെ ഗുണ്ടകളാൽ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ടു. തെരുവിലേക്ക് അവൻ വലിച്ചെറിയപ്പെട്ടു. മെയ് അത് നോക്കിക്കണ്ടിരുന്നു. മെയ് രഹസ്യമായി വാങ്ങിന്റെ ആസ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറി. ഒരു മുറിക്കുള്ളിൽ വെച്ച് അവൾ ആരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അവിടുത്തെ ആളുകൾക്കിടയിൽ ഒരാളായി കലർന്നു. ആരും തന്നെ തിരിച്ചറിയുന്നില്ലെന്ന് അവൾ ഉറപ്പുവരുത്തി. ഇതിനിടയിൽ തന്റെ മകൻ ഉടൻ തന്നെ ഒരു സംഗീത പരിപാടി നടത്താൻ പോകുന്നുവെന്ന് വാങ് അതിഥികളോട് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അതിഥികളിൽ ഒരാൾ അവനെ പരിഹസിച്ചപ്പോ വാങ് അക്രമാസക്തനാവുകയും അവിടെ വെച്ച് തന്നെ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അകത്തുണ്ടായിരുന്ന മെയ് ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയത്. അവൾ ആക്രമിക്കാൻ തയ്യാറെടുത്തു. എന്നാൽ അവളുടെ നീക്കം പാളി. അവൾ വേഗത്തിൽ വാങ്ങിന്റെ ആളുകളാൽ വളയപ്പെട്ടു. നിർഭാഗ്യവശാൽ ഫൈറ്റിനിടയിൽ അവളുടെ തോളിൽ കുത്തേറ്റു. കൂടാതെ നിരവധി തവണ അവൾക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. ഒടുവിൽ നിലത്ത് വീണ അവളെ അവർ ദയയില്ലാതെ തല്ലിച്ചതച്ചു. അവിടുത്തെ ഗസ്റ്റുകൾ ഈ ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് ഒഴിവാക്കാൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റൊരിടത്ത് വെച്ച് കൊന്നുകളയാൻ വാങ് തന്റെ ആളുകളോട് ഉത്തരവിട്ടു. എന്നാൽ അവർ അവളെ മാറ്റാൻ ശ്രമിച്ച ആ സമയം മെയ് വീണ്ടും സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിച്ചു. മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ അവൾ റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് എടുത്തു ചാടി. അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വാങ്ങിന്റെ ആളുകൾ അവളെ പിടികൂടാൻ വേണ്ടി അവിടെ മുഴുവൻ തിരയാൻ തുടങ്ങി. പല ദിശകളിലും അവർ തിരയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ മാർസെല്ലോയുടെ സുഹൃത്തായ ഒരു ഷെഫ് അടുക്കളയ്ക്ക് പുറത്ത് ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതയായി കിടക്കുന്ന മെയ്യിനെ കണ്ടു. അവൾക്ക് അയാൾ ചെറിയ ചികിത്സയൊക്കെ നൽകി. ഈ സമയം അങ്ങോട്ടേക്ക് മാർസെല്ലോ എത്തിച്ചേർന്നു. വാങ്ങിന്റെ സംഘം അവളെ സജീവമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലനായ ആ ഷെഫ് മെയ്യിനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ മാർസെല്ലോയോട് പറഞ്ഞു. തന്റെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർസെല്ലോ അതിന് സമ്മതിച്ചു. അവൻ അവളെ തന്റെ പിതാവ് വാടകയ്ക്ക് താമസിച്ചിരുന്ന അതേ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുചെന്നു. അവളെ പരിചരിക്കാൻ തുടങ്ങി. അവളുടെ മുറിവുകൾ വെച്ചുകെട്ടുന്നതിനിടയിൽ അവളും സഹോദരിയും കുട്ടിക്കാലത്തെടുത്ത ഒരു പഴയ ചിത്രം അവൻ അവിടെ നോക്കിക്കണ്ടു. അതവൻ അവളെ കാണിക്കുകയും ചെയ്തു. താമസിയാതെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹാനിബാൾ മാർസെല്ലോയെ വിളിച്ചു. മെയ് നേരത്തെ ഉപയോഗിച്ച് മാർസെല്ലോയുടെ കാർ ഹാനിബാൾ കണ്ടെത്തിയിരുന്നു. അതിനകത്ത് യുന്നിന്റെ രക്തം നിറഞ്ഞിരുന്നു. പോലീസിന്റെ ശ്രദ്ധയിൽ അത് പെട്ടാൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ആ കാർ കത്തിക്കാൻ ഹാനിബാൾ തീരുമാനിച്ചു. അതേസമയം ഹാനിബാൾ അപ്രതീക്ഷിതമായ ഒരു കാര്യം വെളിപ്പെടുത്തി. തനിക്ക് മാർസെല്ലോയുടെ അമ്മയെ ഇഷ്ടമാണ്. അവളെ പണ്ട് തൊട്ടേ ഞാൻ പ്രണയിച്ചിരുന്നു. അവളെ ഒരു ഡേറ്റിന് കൊണ്ടുപോകാൻ നിന്റെ അനുവാദം എനിക്ക് വേണം. മാർസെല്ലോ മൗനാനുവാദം കൊടുത്തു. അടുത്ത ദിവസം രാവിലെ മാർസെല്ലോ മെയ്യിക്ക് മരുന്ന് കൊടുത്തു. പിന്നാലെ തന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും അവൾക്കവൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രിയോടെ മെയ്ക്ക് നടക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു ചേർന്നിരുന്നു. റോമിലൂടെ നടക്കുമ്പോൾ പലയിടത്തും തന്റെ മുഖമുള്ള വാണ്ടഡ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് മെയ്യുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഒരു സംഗീത പരിപാടിയുടെ പോസ്റ്ററും അവൾ നോക്കിക്കണ്ടു. അത് കണ്ടതും അവൾക്ക് കൗതുകം തോന്നി. അത് വാങ്ങിന്റെ മകനായ മാജിയോ നടത്താൻ പോകുന്ന പരിപാടിയായിരുന്നു. മാർസെല്ലോ അതിനെപ്പറ്റി അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അവർ വീണ്ടും നഗരത്തിലൂടെ നടന്നു. സമാധാനപരമായി കുറച്ചു സമയം അവർ ഒരുമിച്ച് പങ്കിട്ടു. അതിനുശേഷം മെയ് തന്റെ ഭൂതകാലത്തെക്കുറിച്ച് അവനോട് മനസ്സ് തുറന്നു. നീണ്ട 20 വർഷക്കാലം അവൾ സ്വന്തം വീടിനുള്ളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഒരു കുട്ടിയിൽ കൂടുതൽ പാടില്ലെന്ന സർക്കാർ നയം കാരണം അവൾ അങ്ങനെ ഒളിച്ച് ഏകാന്തതയിൽ കഴിയാൻ നിർബന്ധിതയായി. അവളുടെ നിലനിൽപ്പ് രഹസ്യമാക്കി വെക്കുകയല്ലാതെ അവളുടെ കുടുംബത്തിനും മറ്റു വഴികളില്ലായിരുന്നു. എങ്കിലും ഓരോ രാത്രിയും അവളുടെ സഹോദരി പുറം ലോകത്ത് അവൾ കാണുന്ന കഥകൾ മെയ്ക്ക് പറഞ്ഞുകൊടുക്കുമായിരുന്നു. അന്ന് പകൽ കണ്ട കാര്യങ്ങളെല്ലാം സഹോദരി പങ്കുവെക്കും. അതുകൊണ്ട് തന്നെ മെയ്ക്ക് ഒരിക്കലും താൻ തനിച്ചാണെന്ന് തോന്നിയിരുന്നേയില്ല. അവർ വളർന്നപ്പോൾ മെയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിയമവിരുദ്ധ കുടിയേറ്റക്കാരിയായി ഇറ്റലിയിലേക്ക് പോകാൻ അവളുടെ സഹോദരി ധീരമായൊരു തീരുമാനമെടുത്തു. എന്നാൽ സഹോദരിയിൽ നിന്ന് വേർപിരിയാൻ കഴിയാത്തതിനാൽ മെയ് അവളെ പിന്തുടരുകയായിരുന്നു ചെയ്തത്. ഒടുവിൽ തന്റെ സഹോദരിയെ വീണ്ടും കണ്ടെത്തിയപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. സഹോദരി കൊല്ലപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ മെയ് പൂർണ്ണമായും തകർന്നുപോയി. ആ നിമിഷം മുതൽ അവളുടെ ലക്ഷ്യം ഒന്നായി മാറി.
പകരം വീട്ടുക, തന്റെ സഹോദരിയെ കൊന്നവരെ വകവരുത്തുക. മെയ്യുടെ മനസ്സും വികാരവും മാർസെല്ലോയ്ക്ക് മനസ്സിലാകുമായിരുന്നു. അടുത്ത രാത്രിയിൽ വാങ് തന്റെ മകന്റെ സംഗീത പരിപാടിക്ക് എത്തിച്ചേർന്നു. അതേസമയം മാർസെല്ലോ മെയ്ക്ക് ഭക്ഷണം നൽകാൻ എത്തുമ്പോ അവൾ അവിടെ ഇല്ലെന്ന് നോക്കിക്കണ്ടു. മെയ് അപ്പോഴേക്കും വാങ്ങിനെ രഹസ്യമായി പിന്തുടർന്ന് സംഗീത പരിപാടി നടക്കുന്നിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ മെയ്യുടെ സാന്നിധ്യം വാങ് ശ്രദ്ധിച്ചു. അത് കണ്ടതും മകന്റെ പ്രകടനത്തിനിടയിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ അയാൾ അവിടെ നിന്ന് മാറിപ്പോവാൻ തുടങ്ങി. മെയ് വാങ്ങിനെ വിടാതെ പിന്തുടർന്നു. ഒടുവിലവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫാക്ടറിയിൽ എത്തിച്ചേർന്നു. ചുറ്റുമുള്ള കനത്ത പുക ഉപയോഗിച്ച് അതിൽ മറഞ്ഞു നിന്ന് വാങ് മെയ്യുടെ പിന്നിൽ വന്ന് അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ തുടങ്ങി. അത് മെയ്യിനെ പ്രതിരോധത്തിലാക്കിയെങ്കിലും മെയ് ധൈര്യത്തോടെ തിരിച്ചു പോരടിച്ചു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. പക്ഷേ വാങ് ആയോധനകലയിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോരാട്ടം നല്ല രീതിയിൽ കനത്ത് മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. വേഗത്തിൽ പ്രവർത്തിച്ച മെയ് ഒരു ഇഷ്ടിക കയ്യിലെടുത്ത് വാങ്ങിന്റെ തലക്കടിച്ചു. ഒട്ടും മടിക്കാതെ ഒരു ചങ്ങല വലിച്ചെടുത്ത് അവൾ സർവശക്തിയുമെടുത്ത് വാങ്ങിനെ ആക്രമിച്ചു. വാങ് താഴെ വീണു. തിരിച്ചടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ആ സമയം വാങ്ങിനെ എതിരിട്ട മെയ് എന്തിനാണ് അയാൾ തന്റെ സഹോദരിയെ കൊന്നതെന്ന് ചോദിച്ചു. വാങ് ആ നിമിഷം സത്യം വെളിപ്പെടുത്തി. ആൽഫ്രഡോ യുന്നിനെ സത്യസന്ധമായി സ്നേഹിച്ചിരുന്നു. വാങ്ങിന്റെ അടുത്ത് യുൻ അടിമയെപ്പോലെ നിലകൊള്ളുകയായിരുന്നു. യുന്നിനെ വിട്ടുകിട്ടാൻ തന്റെ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് വാങ്ങിന് വിട്ടു നൽകാം എന്ന് ആൽഫ്രഡോ പറഞ്ഞു. അതിലയാൾക്ക് ഒരു ഖേദവും ഉണ്ടായിരുന്നില്ല. യുന്നിനെ അയാൾ സത്യസന്ധമായി സ്നേഹിച്ചതുകൊണ്ടായിരുന്നു അത്. പക്ഷെ ആ ഇടപാട് ഉറപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹാനിബാൾ കയറി വന്നത്. ഹാനിബാൾ അത് തടഞ്ഞു. ഒരു ചൈനീസ് സ്ത്രീക്ക് വേണ്ടി കുടുംബ ബിസിനസ് ബലികഴിപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഹാനിബാൾ പറഞ്ഞത്. ആൽഫ്രഡോ പിന്മാറാൻ തയ്യാറാകാതെ നിന്നപ്പോൾ ഹാനിബാൾ ക്രൂരമായ ഒരു തീരുമാനമെടുത്തു. ഹാനിബാൾ ആൽഫ്രഡോയെ അവിടെ വെച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം യുൻ അവർക്കൊരു ബാധ്യതയാകുമെന്ന് കണ്ട വാങ് അവളെ കൊല്ലുകയായിരുന്നു ചെയ്തത്. ആൽഫ്രഡോയുടെ കൊലപാതകത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു പോവാതിരിക്കാൻ കൂടി വേണ്ടിയായിരുന്നു അത്. അത് കേട്ടതും മെയ് അതീവ ദുഃഖത്താൽ തകർന്നുപോയി. ആ ബലഹീനത മുതലെടുത്ത് വാങ് വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു. തന്റെ സഹോദരിയെ കൊന്ന അതേ ക്രൂരമായ രീതിയിൽ വാങ്ങിനെ അവൾ വധിക്കുകയും ചെയ്തു. അടുത്ത ദിവസം മെയ് മാർസെല്ലോയ്ക്ക് അടുത്തെത്തി. താൻ അറിഞ്ഞ എല്ലാ സത്യങ്ങളും മാർസെല്ലോയെ അറിയിച്ചു. തന്റെ പിതാവിന്റെ മരണത്തിന്റെ ഉത്തരവാദി ഹാനിബാൾ ആണെന്ന് അറിഞ്ഞതും മാർസെല്ലോ കോപം കൊണ്ട് വിറച്ചിരുന്നു. അവൻ മെയ്യിനെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ഒറ്റയ്ക്ക് പകരം വീട്ടാൻ അവിടെ നിന്നും പോയി. ഇതിനിടയിൽ റെസ്റ്റോറന്റിൽ മാർസെല്ലോയുടെ അമ്മയോടൊപ്പം ഒരു ഡേറ്റിനായി ഹാനിബാൾ തയ്യാറെടുക്കുകയായിരുന്നു. മാർസെല്ലോ അവിടെ എത്തുമ്പോൾ അവർ ഒന്നിച്ചിരിക്കുന്നത് കണ്ട് അവൻ ഹാനിബാളിനായി ഒരു വിഭവം തയ്യാറാക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ അവർക്കിടയിൽ ചെന്നിരുന്നു. അത് ഹാനിബാളിനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയ ഹാനിബാൾ അവിടെ നിന്നും പോവാൻ തീരുമാനിച്ചു. അമ്മയെ ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം മാർസെല്ലോ ഉടൻ തന്നെ ഹാനിബാളിന്റെ പിന്നാലെ പോയി. ഇതേ സമയം മെയ്യാകട്ടെ മാർസെല്ലോയെ കുറിച്ചോർത്ത് വല്ലാതെ ആശങ്കാകുലയായി. അവനെ തടയാനായി അവൾ അപ്പാർട്ട്മെന്റിന്റെ മട്ടുപ്പാവിലൂടെ ഇഴഞ്ഞു പുറത്തിറങ്ങി. പിന്നാലെ അവനെ തിരിഞ്ഞു പോവാനും ആരംഭിച്ചു. മെയ് ആ റെസ്റ്റോറന്റിലേക്ക് എത്തിച്ചേരുമ്പോ അവിടെ മാർസെല്ലോയുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം മാർസെല്ലോ ആകട്ടെ ഹാനിബാളിനടുത്തെത്തിയിരുന്നു. അയാളെ പിടികൂടി അയാളെ എതിരിട്ടു. സ്വന്തം സഹോദരനെ കൊല്ലാൻ എങ്ങനെ ഹാനിബാളിന് കഴിഞ്ഞെന്ന് ചോദിച്ച് മാർസെല്ലോ ദേഷ്യപ്പെട്ടു. റെസ്റ്റോറന്റ് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയും തങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുമാണ് താൻ അത് ചെയ്തത് എന്ന മട്ടിൽ തന്റെ ഭാഗത്തെ ന്യായീകരണങ്ങളൊക്കെ ഹാനിബാൾ നിരത്തിയെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ മാർസെല്ലോക്ക് പറ്റുമായിരുന്നില്ല. തന്റെ കുടുംബം ഹാനിബാളിനു വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളും ഒരു ഗ്യാങ്സ്റ്റർ ആയപ്പോൾ മറ്റുള്ളവരൊക്കെ തഴഞ്ഞപ്പോഴും തന്റെ കുടുംബം അയാളെ സ്വീകരിച്ച കാര്യവും അവൻ ഹാനിബാളിനെ ഓർമ്മിപ്പിച്ചു. താൻ ഒറ്റപ്പെട്ടുവെന്നും തന്റെ മുമ്പിലെ വഴികളൊക്കെ അടഞ്ഞെന്നും ഹാനിബാളിന് ആ നിമിഷം തോന്നി. ഒരു തോക്കെടുത്ത് അയാൾ മാർസെല്ലോക്ക് നേരെ ചൂണ്ടി. ആ സമയമായിരുന്നു എല്ലാ വിവരവും അറിഞ്ഞ് മാർസെല്ലോയുടെ അമ്മയെയും കൂട്ടി മെയ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അവരെ ഹാനിബാൾ നോക്കിക്കണ്ടു. പിടിച്ചു നിൽക്കാൻ മുമ്പിലിനി മറ്റൊന്നുമില്ല എന്ന് കണ്ടതും ഹാനിബാൾ തിരുത്താൻ കഴിയാത്ത ഒരു അന്തിമ തീരുമാനമെടുത്തു. അയാൾ സ്വയം വെടിയുതിർത്തു മരിച്ചു.
കാലം കടന്നുപോയി. 10 വർഷങ്ങൾ പിന്നിട്ടു. എല്ലാം മാറിയിരുന്നു. മെയ് ചൈനയിലേക്ക് മടങ്ങി. തന്റെ ഗ്രാമത്തിലെ കുട്ടികളെ അവളിപ്പോൾ കുംഫു പഠിപ്പിക്കുകയാണ്. തന്റെ പിതാവിന്റെ പാരമ്പര്യം അവൾ തുടർന്ന് കൊണ്ടുപോകുന്നു. മാഴ്സെല്ലോ ഇപ്പോൾ അവളുടെ ഭർത്താവാണ്. അവൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ച മാഴ്സെല്ലോ ചൈനയിൽ അവൾക്കൊപ്പം പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തു. അവർക്ക് 2 മക്കളുണ്ട്. പഴയ നിയമങ്ങൾ പ്രകാരം ഒരിക്കലും സാധ്യമാകാതിരുന്ന ഒന്ന്. പക്ഷേ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. സന്തോഷത്തോടെ അവരുടെ ജീവിതം മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.